സ്പോക്കൺ ഹിന്ദിയുടെ 34ാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്? 50 സെൻറ്റൻസുകൾ, അതിൽ വരുന്ന വേർഡ്സ്, ആ വേർഡ്സ് എങ്ങനെ ഉപയോഗിക്കാം, അതിൽ വരുന്ന ഗ്രാമർ അല്ലേ. അപ്പോൾ ആ സെൻറ്റൻസുമായിട്ട് ബന്ധപ്പെടുന്ന ചില സെൻറ്റൻസുകൾ, ആ വേർഡുമായിട്ട് ബന്ധപ്പെട്ട ചില സെൻറ്റൻസുകൾ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. തുമ്നെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ്? ആദ്യത്തെ തുമ്നെ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ എന്നാണ് അർത്ഥം. ടീക്കെ, തുമ്നെ നിങ്ങൾ. തും പ്ലസ് കായാണ് എന്ത് വരുന്നത്? തുമാര എന്നായി മാറുന്നത്. ഓക്കെ, തും പ്ലസ് കായാണ് തുമാര എന്നായി മാറുന്നത്. തും പ്ലസ് കെ എന്തായി മാറും? തുമാരെ എന്നായി മാറും. തും ഹാരേ നിങ്ങളുടെ, അതന്നെയാണ് അർത്ഥം. ഓക്കെ, തും പ്ലസ് കി എന്തായി മാറും? തുമാരി എന്നായി മാറും. നിങ്ങളുടെ എന്നാണ് അർത്ഥം. ടീക്കെ, ഈ തുമാര, തുമാരെ, തുമാരി, ഇത് മൂന്നിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ എന്നാണ് അർത്ഥം. ഓക്കെ, ഇതെങ്ങനെയാണ് മാറുന്നു വിചാരിച്ചിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് വേർഡ് ഉണ്ടാവില്ലേ, ആ വേർഡ് നോക്കിയിട്ടാണ് അത് പുല്ലിംഗമാണോ ഏകവചനമാണോ എന്ന് നോക്കിയിട്ടാണ് ഈ തുമാര, തുമാരെ, തുമാരി നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നുണ്ട് ഇത് അങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. തും പ്ലസ് കോ ആണ് എന്തായി മാറുന്നത്? തുമേ എന്നായി മാറുന്നത്. ഓക്കെ, എന്താണ്? തുമ്മേ. തും പ്ലസ് എ എന്തായി വരുന്നു? തുംസേ. ടീക്കെ, തുംസേ. തുമ്മേ നിങ്ങളിൽ. ഓക്കെ, തുംപർ നിങ്ങളുടെ മേൽ. ഇതൊക്കെയാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, നമുക്ക് ഇതാണ് നിങ്ങൾക്കറിയാലോ, നേ, കാ, കെ, കി, സേ, മേ, പർ, ഇതൊക്കെയാണ് അതിൽ തുമ്മിൻ്റെ കൂടെ കൂട്ടിയത്. ഓക്കെ, നമുക്ക് നോക്കാം. സേ നിങ്ങൾക്കറിയാം, ഇൽ നിന്ന്, കൊണ്ട്, ആൾ, ഊടെ, മുതൽ, ഓട്, ഇതൊക്കെയാണ് ഈ സേയുടെ അർത്ഥം. കോ വരുന്നത് ക്, എ, ന്. ഓക്കെ, കക്കയുടെ അർത്ഥം എന്താണ്? ഇൻ്റെ, ഉടേ. ഓക്കെ, മേ എന്ന് പറഞ്ഞാൽ ഇൽ, ഉള്ളിൽ. ഓക്കെ, പെർ മേൽ, ഒന്നിൻ്റെ മുകളിൽ എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ പെർ ഉപയോഗിക്കും. നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ, തും പ്ലസ് നേ ആണ് എന്തായി വരുന്നത്? തുമ്നെ എന്നായി മാറുന്നത്. ഓക്കെ, തുമ്നെ ഖാന ഖാലിയേക്കാ എന്ന് പറഞ്ഞത് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ. ഇതെന്താണ്? ആര്, എന്ത് എന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? നേ എന്ന് ഉപയോഗിക്കണം. ടീക്കെ, ആപ്നെ എന്ന് പറഞ്ഞാൽ താങ്കൾ. ടീക്കെ, അപ്പം ഭക്ഷണം കഴിച്ചോ, എന്ത് കഴിച്ചു? ഭക്ഷണം അല്ലേ. ആര് കഴിച്ചു? നിങ്ങൾ. ഇത് രണ്ടും ചോദ്യം വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചോദ്യം വരണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഈ നേ എന്ന് ഉപയോഗിക്കണം. അത്രമാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ടീക്കെ, അപ്പം തും ഖാന ഖാലിയേക്ക എന്ന് ചോദിക്കരുത്. നമ്മളെന്ത് ചോദിക്കണം? തുമ്നെ ഖാന ഖാലിയേക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഭക്ഷണം കഴിച്ചോ. ആപ്നെ ഖാന ഖാലിയേക്ക എന്ന് പറഞ്ഞാൽ താങ്കൾ ഭക്ഷണം കഴിച്ചോ. തൂനെ ഖാന ഖാലിയേക്ക എന്ന് പറഞ്ഞാൽ നീ ഭക്ഷണം കഴിച്ചോ. അപ്പോൾ തും പ്ലസ് നേ ആണ് തുമ്നെ എന്നായി മാറുന്നത്. ടീക്കെ, തുമ്നെ ഏസെ ക്യോ കിയ, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? തുമ്നെ ഏസെ. ടീക്കെ, തുമ്നെ നിങ്ങൾ എന്തുകൊണ്ടാണ്? ഏസെ ക്യോ കിയ എന്തുകൊണ്ടാണ് നിങ്ങളിത് ചെയ്തത് എന്നാണ്. ഓക്കെ, അപ്പോൾ തുമ്നെ ഏസെ ക്യോ കിയ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, ആര് ചെയ്തു? തും. ഓക്കെ, ക്യോ കിയ. ടീക്കെ, എന്തിന് ചെയ്തു? നോക്കാം. തും പ്ലസ് കായാണ് തുമാര എന്ന് പറയുന്നത്. ടീക്കെ, അപ്പോൾ തും പ്ലസ് കെ എന്തായി മാറും? തുമാരി. തും പ്ലസ് കി എന്തായി മാറുന്നുണ്ട്? തുമാരി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ രമേഷ് കാ. ടീക്കെ, രമേഷ് കാ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്താ പറയുന്നത്? തും പ്ലസ് കാ ചേർത്തു. ഓക്കെ, ഞാനിപ്പോൾ യു എന്ന് പറയാറില്ല. അപ്പോൾ നമ്മൾ എൻ്റെ മുന്നിൽ ഒരാളെ കുറിച്ച് നമ്മൾ പറയണമെങ്കിൽ തും പ്ലസ് കാ എന്ന് ഉപയോഗിക്കും, നിങ്ങളുടെ. ഓക്കെ, തും പ്ലസ് കാ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്? തുമാര അല്ലേ. തുമാര ഗർ കഹാ പർ ഹേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട് എവിടെയാണ് എന്നാണ്. ടീക്കെ, തുമാര ഗർ കഹാ പർ ഹേ, നിങ്ങളുടെ വീട് എവിടെയാണ്. അതുപോലെ തന്നെ ഉമ്ര് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. ടീക്കെ, ഗർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പുല്ലിംഗ ശബ്ദമാണ്. അപ്പോൾ ഒരു സ്ത്രീയോട് ചോദിക്കുമ്പോഴും പുരുഷനോട് ചോദിക്കുമ്പോൾ നമ്മളെങ്ങനെ പറയും? തുമാര ഗർ കഹാ ഹേ എന്ന് ചോദിക്കാം. ടീക്കെ, തുമാര ഗർ കഹാ പർ ഹേ, നിങ്ങളുടെ വീട് എവിടെയാണ്. അപ്പോൾ ഒരാൾ ഏജ് ചോദിക്കണം, അത് സ്ത്രീയോടാവാം പുരുഷനോടാവാം. നമ്മളെങ്ങനെ ചോദിക്കും? തുമാരി ഉമ്ര കിത്തിനി ഹേ, അത് മാറുന്നുണ്ട് അവിടെ, കിത്തിനി ഹേ എന്നായി മാറി. അപ്പോൾ തുമാരി ഉമ്ര കിത്തിനി ഹേ, എന്താണ് നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ ഏജ് എത്രയായി നമ്മളെങ്ങനെ ചോദിക്കും? തുമാരി ഉമ്ര ക്യാ ഹേ ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയും തുമാരി ഉമ്ര ക്യാ ഹേ, തുമാരി ഉമ്ര ക്യാ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ പ്രായം. തുമാരി ഉമ്ര കിത്തിനി ഹേ, നിങ്ങളുടെ വയസ്സ് എത്രയാണ് എന്നാണ് അർത്ഥം. ഓക്കെ, തും പ്ലസ് കെ ആണ് തുമാരെ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ എന്നാണ്. ടീക്കെ, തുമാരെ പിതാജി ക്യാ കർ രഹേ ഹോ എന്ന് പറഞ്ഞാൽ എന്താണ്? തുമാരെ പിതാജി
പിതാജി. ഇപ്പം നമ്മൾ നോക്കാം ഈ തുമാരെ എങ്ങനെ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മളെ എന്താ പറയണ്ടത്, നമ്മളെ കാട്ടി കൂടുതൽ ഏജിലുള്ള ഒരാളെ കുറിച്ച് പറയുമ്പോൾ, ഓക്കെ, നമ്മളെ അധ്യാപകനെ കുറിച്ച് പറയുമ്പോൾ, ഗുരുജീനെ കുറിച്ച് പറയുമ്പോൾ, ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള വേർഡാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു അപ്പോയിൻമെൻ്റൊക്കെ ഇല്ലേ, അവരൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് തുമാരെ എന്ന് പറയാം. ഓക്കെ, തുമാരെ മാനേജർ എന്താണ്, ഒരു സീനിയർ അല്ലേ, റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആളല്ലേ, അപ്പോൾ തുമാരെ മാനേജർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ തുമാരെ പിതാജി ക്യാ കർ രഹേ ഹോ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ അച്ഛൻ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ തുമാര പിതാജി എന്ന് പറയരുത്, തുമാരെ പിതാജി എന്ന് പറയണം. ഓക്കെ, തുമാരെ ജൂത്തെ എന്ന് പറഞ്ഞാൽ ചെരുപ്പുകളാണ് അല്ലേ, ഒന്നിൽ കൂടുതലുണ്ടല്ലോ. അപ്പോൾ തുമാരെ ജൂത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചെരുപ്പുകൾ എന്നാണ് അർത്ഥം. ടീക്ക്, അപ്പോൾ തുമാരെ എന്ന് പറയണം, തുമാര ജൂത്ത എന്ന് പറയരുത്, തുമാര ജൂത്തെ എന്ന് പറയരുത്. ടീക്ക്, തുമാരെ ജൂത്തെ എന്ന് പറയണം. തുമാരെ ബച്ചേ എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടികളല്ലേ. അപ്പോൾ കുട്ടികൾ തുമാരെ ബച്ചേ എന്നാവും. തുമാര ബച്ച എന്ന് പറഞ്ഞാൽ എന്തായി, ഒരു കുട്ടി. തുമാര ബച്ച, ഒരു കുട്ടീനെ കുറിച്ച്. ഓക്കെ, തുമാരി ബച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടി. ഓക്കെ, നിങ്ങളുടെ പെൺകുട്ടി. ബച്ച എന്ന് പറഞ്ഞാൽ ലടുക്കനല്ലേ നമ്മൾ പറയും ബച്ച. ബച്ചി എന്ന് പറഞ്ഞാൽ പെൺകുട്ടീനെ പറയും. അതുപോലെ തന്നെ ബച്ചേ എന്ന് പറഞ്ഞാൽ കുട്ടികൾ. ഓക്കെ, അത് ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് പഠിക്കുന്നത്, ഈ നെക്സ്റ്റ് വേർഡ് ഏതാണോ ആ വേർഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ തുമാരെ തുമാരി ഉപയോഗിക്കുന്നത്. അടുത്ത വേർഡ് അതിപ്പോൾ ഒരു പുല്ലിംഗമാണെങ്കിൽ നമ്മൾ തുമാര എന്ന് ഉപയോഗിക്കും. ടീക്കെ, അതൊരു സ്ത്രീലിംഗമാണെങ്കിൽ ഏകവചനമാണെങ്കിൽ നമ്മൾ എന്ത് പറയും, തുമാരി എന്ന് ഉപയോഗിക്കും. ടീക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നമുക്ക് നോക്കാം അടുത്തത്. തും പ്ലസ് സേ എന്തായി വരുന്നു, തുംസേ അല്ലെങ്കിൽ തുമാരേസേ. ടീക്കെ, തുമാരേസേ നമ്മൾ ഉപയോഗിക്കാറില്ല, നമ്മൾ തുംസേ എന്നാണ് ഉപയോഗിക്കാറ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന്, ടീക്കെ, നിങ്ങളെക്കാൾ എന്നൊക്കെയാണ്. ടീക്കെ, തുംസേ എന്ന് പറയാം, നമുക്കറിയാം തുജ്സേ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ തുംസേ മിൽന ചാത്താഹും, എനിക്ക് നിങ്ങളെ കാണണം. തുംസേ മിൽന ചാത്താഹും, എനിക്ക് നിങ്ങളെ കാണണം. തുംസേ, ടീക്കെ, നിങ്ങളെ, മിൽന ചാത്താഹും, മേ തുംസേ മിൽന ചാത്താഹും എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ കാണണം. തുംസേ മിൽക്കർ ഖുഷി ഹുയി എന്ന് പറഞ്ഞാൽ നിങ്ങളെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. തുംസേ മിൽക്കർ, ടീക്കെ, തുംസേ മിൽക്കർ. ഇതേ മറിച്ച് ഇപ്പം ആപ്പാണെങ്കിലോ, ആപ്സേ മിൽന ചാത്താഹും, എനിക്ക് താങ്കളെ കാണണം. ടീക്കെ, ഞാൻ താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നു. ആപ്സേ മിൽക്കർ ഖുഷി ഹുയി, താങ്കളെ കണ്ടതിൽ വളരെ സന്തോഷം. തുംസേ ഏക് സരൂരി ബാത് കർണി ഹേ, നിങ്ങളോട് എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. നമ്മളെങ്ങനെ പറയും, തുംസേ ഏക് സരൂരി ബാത് കർണി ഹേ. ഓക്കെ, കർണി ഹേ വന്നു, എന്തുകൊണ്ട് വന്നു, ഈ ബാത്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ത്രീലിംഗമാണ്. സംസാരത്തിന് എന്താണ്, എപ്പോഴും സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ നിങ്ങളിത് മനസ്സിൽ വെക്കുക, എപ്പോഴും നിങ്ങൾക്കിത് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ബാത് കർണി ഹേ, ടീക്കെ, അങ്ങനെ പറയണം. അപ്പോൾ എന്താ പറയുക, നിങ്ങളോട് ഒരു പ്രധാന കാര്യം എനിക്ക് പറയാനുണ്ട്. ഓക്കെ, നോക്കാം നമുക്ക് അടുത്തത്. തും പ്ലസ് കോ എന്നായി മാറുന്നു, തുമേ എന്നായി മാറുന്നു. ടീക്കെ, തുമേ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ. തുംകോ ക്യാ ചയ്യേ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. തുംകോ ക്യാ ചയ്യേ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ക്യാ തുമേ സമജ് മേ നീ ആ രഹേ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ക്യാ തുമേ സമജ് മേ നഹി ആ രഹേ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ക്യാ അവിടെ ചേർത്തു, തൊട്ട് മുന്നിൽ ക്യാ ചേർത്തു. അപ്പം എന്താ, ക്യാ തുമേ സമജ് മേ നഹി ആ രഹേ ഹേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലേ എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചു. നമുക്ക് ഇന്നത്തെ ക്ലാസ് ക്ലോസ് ചെയ്യാം. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.